ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. ഇതെല്ലാ മനുഷ്യരുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണ കാര്യമാണ്. അത് യേശപ്പൻ്റെ കൃപയാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ഇത് തന്നെ വിശ്വസിക്കുക. യേശു ക്രിസ്തു മതിയായവൻ, സകലത്തിനും മതിയായവൻ, വാക്ക് പറഞ്ഞാൽ വിശ്വസ്തൻ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം കേട്ടോ. ഈ ലോകം രക്ഷപ്പെടുന്ന എപ്പോഴാണ്? ഒരു സ്ത്രീയിൽ കൂടിയാണ് രക്ഷപ്പെട്ടത്. അത് യേശുവിൻ്റെ അമ്മ ഒരു മകനെ ലോകരക്ഷകനായിട്ട് ലോകത്തിന് സമ്മാനിച്ചു. അപ്പം അമ്മേനെ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മളും അങ്ങനെ ആകേണ്ടതവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലപ്രവൃത്തി 16:31. അപ്പം നമ്മൾ അത് വാഗ്ദത്വ വചന. നീ രക്ഷ പ്രാപിച്ചാൽ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്നുള്ള വാഗ്ദത്വമാണ്. അപ്പം ഞാൻ യേശു ക്രിസ്തുവിലായാൽ എൻ്റെ കുടുംബവും എൻ്റെ മക്കൾ തലമുറകളൊക്കെ ക്രിസ്തു യേശുവിലായി. അവർ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠവും അവരെ കാണുന്നവർ ദൈവജനം അറിയപ്പെടുമാർ ദൈവം അനുഗ്രഹിക്കും. ഇവരുടെ ദൈവം എന്നാ ആരാ? ഇവരെവിടെയും പ്രാർത്ഥിക്കാൻ പോണേ? അതുപോലെ ദൈവം അനുഗ്രഹിച്ച് ലോകപ്രകാരവും അനുഗ്രഹിക്കും, ആത്മീയമായിട്ടും അനുഗ്രഹിക്കും. ഒരു ആത്മീയ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മഹാഭാഗ്യമാണ്. അതൊക്കെ സാധാ മനുഷ്യരെന്ന് പറഞ്ഞാൽ ലോകം അപ്പടിയും സാധാ മനുഷ്യരല്ലേ. അല്ല, ആത്മീയ മനുഷ്യരാകുക എന്ന് പറഞ്ഞാൽ അതൊരു സെക്കൻഡും കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ദൈവമായിട്ട് അടുപ്പം കൂടിയാണ് ആത്മീയ വളർച്ച തന്നെ. നമുക്കെല്ലാവർക്കും 2024 അങ്ങനെ ആകാൻ സാധിക്കട്ടെ. ദൈവമായിട്ട് അടുത്തടുത്ത് വരിക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ഇത് പിന്നെയും റീസ്റ്റോക്ക് കാണിക്കണയാണ്. നിങ്ങൾ ഇപ്പോൾ 2 പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ലിനൻ സാരിയിലെ ബനാറസ് ബോർഡർ. ഇത് ആഷ് കളറാട്ടോ. ഇതിൻ്റെ ആഷ് ഒരു പേസ്റ്റൽ ആഷ് എന്ന് പറയാനില്ല, ആഷും അല്ല, എന്നൊരു പേസ്റ്റൽ ഗ്രീൻ പോലത്തെ ആഷ്. എൻ്റെ ബ്ലൗസ് പീസ് എന്ത് അതല്ലേ ഇതാ വിത്ത് ബ്ലൗസ്. ബനാറസ് ബോർഡറോടുകൂടി ലിനൻ സാരിയാണ്. ശരിക്കും ലിനൻ സാരി ആട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ലിനൻ അല്ല കേട്ടോ, ലിനൻ സാരി തന്നെയാണ് കേട്ടോ. അപ്പം വിലയാണെങ്കിൽ വലിയ കാര്യമായിട്ടില്ല. 1990 ഉള്ളൂ. ഇത് നമുക്കടെ കടയിൽ വന്ന് നോക്കിയാൽ ഒറ്റ പീസ് പോലുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് റീസ്റ്റോക്ക് എടുക്കാൻ. ഇതിൻ്റെ ഒത്തിരി കളേഴ്സൊന്നും കിട്ടിയിട്ടില്ല. നമ്മളെപ്പോഴും അവരോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇനിയും വരുമായിരിക്കും. ശരിക്കും ഒരു അസറ്റാണ്, നല്ല സാരിയാണ്. പക്ഷെ ഉള്ള കളേഴ്സെല്ലാം സൂപ്പറാണ്. എല്ലാ കളറും ഡാർക്ക് കളറും ഈ കോമ്പിനേഷനുകളും ഒക്കെ നല്ലതല്ലേ. ഈ വിലയ്ക്ക് ഇത് അല്ലാണ്ട് ക്യാഷ്വൽ വെയറായിട്ട് യൂസ് ചെയ്യാം, ഫങ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാം. ഇതിനൊക്കെ ഒരു നല്ല ഈ കളർ ഇങ്ങനെ ഇപ്പോൾ ഒരു നല്ലൊരു മുത്തുമാല പോലത്തെ ഇട്ടാൽ മതി. ചുമ്മാ മുത്തുമാലയല്ല, നല്ല ഇതുകൊണ്ട് സ്റ്റോണിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടാൽ ഇതിൻ്റെ ഒരു കമ്മലും ഇട്ടാൽ മതി. നല്ല ഈ ആഷ് കളർ കിട്ടും, നല്ല രസമായിരിക്കും. അതിൻ്റെ വളയിട്ടാൽ മനുഷ്യന് സൂപ്പറായി അടിപൊളിയാവും. എല്ലാവരും എനിക്കത് ചേർന്നില്ല, അതാ ഞാനിടാത്തത്. അപ്പം ഇന്ന് ഞാനിങ്ങനെ ചേർന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ചായ കുടിക്കാൻ പോയപ്പോൾ ഒരു ടീച്ചറെ കണ്ടു. നമ്മുടെ ഒരു സാരി ചുമ്മാ കോട്ട, അതിൻ്റെ ഒരു പ്രിൻ്റ് ബ്ലൗസും ഇട്ട് മുറിവും മുത്തുമാലയൊക്കെ ഇട്ട് അതിൻ്റെ കമ്മലും ഇട്ട് എന്തൊരു ഭംഗി. നിസ്സാര വിലയുടെ സാരി, പക്ഷെ അതിങ്ങനെ എന്ത് ഭംഗി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ഭംഗി. ഞാൻ പറഞ്ഞില്ല കേട്ടോ, സത്യമായിട്ടോ അത് നമ്മുടെ നേരത്തെ കൊണ്ടുപോയ സാരി. അത് ചില ഹാൻഡ് വർക്ക് ചെയ്തേക്കണം, പ്ലെയിൻ കോട്ട എടുത്തിട്ട് നിങ്ങളുടെ സാരിയെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഭംഗി. അപ്പം അവതരിപ്പിക്കണ ഇതിലാണ് സൗന്ദര്യം. അതിന് പറ്റിയ മാലയും കമ്മലും ഒക്കെ. അല്ലാണ്ട് ഒത്തിരി 20,000 രൂപയുടെ കാഞ്ചീപുരത്തിലല്ല വില പറഞ്ഞുകൊണ്ട് നടക്കാമെന്നല്ലാണ്ട് ആരും ഇപ്പോൾ വിലയൊന്നും നോക്കണില്ല. അപ്പോൾ കണ്ടാലും പറയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ചുമ്മാ ഒരു തുണിക്കടയിൽ കയറി. ഇനിയിപ്പോൾ നമ്മളെ അടുത്ത ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ സംഭവം യേശുവിൻ്റെ കൃപയാ തുടങ്ങുമോ, സസ്പെൻസ് അത് പറയാട്ടോ, ഉടനെ തന്നെ പറയാം. അപ്പോൾ അതിന് കൊടുക്കാൻ സാരി വേണം, അല്ലേ ഫംഗ്ഷൻ. എൻ്റെ ഒരു കസിൻ്റെ മോൻ്റെ കല്യാണം വന്നിട്ടുണ്ട്. ചുമ്മാ അവിടെ ചെന്നപ്പോൾ ഒന്ന് കയറിയേക്കാൻ നോക്കി. നമ്മുടെ ഈ ബനാറസ്, ഇപ്പോൾ നമ്മൾ കാണിക്കണ ബനാറസൊക്കെ ഒറിജിനലിരിക്കണം. 14,000 15,000 ഇപ്പോൾ കാണിക്കാം കേട്ടോ. അത് ഇത് 1990. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ, ഞാൻ ചുമ്മാ അത് സെയിം ഇരിക്കുക. അപ്പോൾ ഞാൻ ഓർത്തു വില ചോദിച്ചു.
19 എന്ത് രസമുള്ള കളറാണ്. ഇത് കുങ്കുമമൊക്കെ പണ്ടിട്ടില്ലേ, കുങ്കുമത്തിൻ്റെ കളർ. ഈ സാരിയാണ് ഇരിക്കണത്. നിങ്ങൾ ചെന്നിട്ട് ഒറിജിനൽ ഇതിൻ്റെ ഒന്ന് നോക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ അറിയുള്ളൂ. 2190. ഈ സാരി ഇതിൻ്റെ കോൺട്രാസ്റ്റും ഒക്കെ ഇരിക്കുന്നുണ്ട്. കോൺട്രാസ്റ്റ് നമുക്ക് 2390 അങ്ങനെയൊക്കെ ഉള്ളൂ. 15,000 രൂപയ്ക്ക് അതും ഇതുകൂടെ കണ്ട ഒരു മനുഷ്യൻ തിരിച്ചറിയില്ല. ഇതിന് പ്ലെയിൻ ബ്ലൗസാണ്, ബനാറസ് സാരിയാണ്. ഇപ്പോൾ ഏറ്റവും ഞാൻ പറഞ്ഞു ഒട്ടിക്കിടക്കണ സാരി വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഈ ബനാറസ് കൊണ്ട് കാണിക്കുന്നത്. എനിക്ക് കടയുണ്ടെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ വില കുറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കിത് വേണ്ട, വേറെ സ്റ്റൈൽ എന്തെങ്കിലും തരാമെന്ന് വെച്ചിട്ടൊന്നും കണ്ടില്ല. വലിയ കടയാണ്, കടയുടെ പേര് പറയണില്ല. അപ്പോൾ ഞാനവിടെ കയറാറില്ലാത്ത കടയാട്ടോ. ഭയങ്കര വലിയ കട. അപ്പോൾ ചുമ്മാ കയറി നോക്കിയതാണ്. അതവിടെ ഒന്നും ഇല്ലെന്നല്ല, എനിക്കിഷ്ടപ്പെട്ട് കണ്ടില്ലെന്നുള്ളൂ കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ച്, ഈ ബ്ലൂ ഭയങ്കര ഡിമാൻഡാണ്. ആ ഡിസൈൻ വ്യത്യാസമുള്ളൂ. അല്ല, ഈ ബ്ലൂ ഭയങ്കര ഡിമാൻഡ്. അത് കാരണം അതിൻ്റെ എല്ലാം പറക്കി എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ബ്ലൂവിൻ്റെ. ബേജ് കളർ അധികം കിട്ടിയിട്ടില്ല കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ബേജ് 2190 ഉള്ളൂ. അടിപൊളി അടിപൊളി സാരി ആട്ടോ. എല്ലാത്തിനും പ്ലെയിനിൽ ബോർഡറാണ്. ഇത് ഇച്ചിരി ഡാർക്ക് ബ്ലൂ ആട്ടോ. ഈ ബ്ലൂ ഞാൻ പറഞ്ഞില്ല, എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനി മേലെ ബ്ലൂ എടുക്കുന്നത്. ഉള്ള സാരി എല്ലാം എനിക്ക് ബ്ലൂ ആണ്. അത് കാരണം ഇനി നമ്മൾ ഇങ്ങനെ സാരിയായിട്ട് വന്നിട്ടില്ല. നമുക്ക് ഇതിൻ്റെ റണ്ണിങ് ഒക്കെ ഉള്ളൂ. ഫുൾക്കാരിയുടെ സാരി, അരികത്ത് ലേസൊക്കെ പിടിപ്പിച്ച് 1390 ഉള്ളൂ. ഫുൾ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെ അവർ ബ്ലൗസ് പീസ് കൊടുത്തേക്കണ ഈ റണ്ണിങ് തന്നെയാണ് കേട്ടോ. 1390. നല്ല സാരി കേട്ടോ, നല്ല കളേഴ്സ്, കനവുമില്ല ഒന്നുമില്ല, നല്ല ഡിസൈനുകളും. സാരിയായിട്ട് വന്നേക്കണേ. ലേസ് മേടിച്ച് അടിക്കാനും കൊടുക്കാനും ഒന്നും വേണ്ട, എല്ലാം പിടിപ്പിച്ച് നല്ലത് മുത്ത് പോലത്തെ ലേസ്. 1390. കനവുമില്ല, ലുക്കും എപ്പോഴും ഉണ്ട്. ഫുൾക്കാരിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. 1390. കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്. ലൈലാക്ക്, കേരള ക്രീം. ഓ, ഇന്ന് ബേക്കറി ഇരുന്നപ്പോൾ പറഞ്ഞു ചേച്ചി, ആ ടീച്ചർ പറഞ്ഞു, ആ കൊച്ചു പറഞ്ഞു, ചേച്ചി ക്ഷീണിക്കാൻ തന്നെയാണ്. ഞാൻ കഷ്ടം പറഞ്ഞാൽ മതി, കർബാലൈഫ് കഴിച്ച് ക്ഷീണിച്ച് 5 കിലോ കുറഞ്ഞാണേ. എൻ്റെ ആ ക്രിസ്മസിന് കുറേ കേക്കും കപ്പയും ഇറച്ചി എല്ലായിടത്തും നിന്ന് 3.5 കിലോ കൂടി. അപ്പോൾ പറഞ്ഞ് മുഖമൊക്കെ ചീത്തയായി പോയെന്ന് പറഞ്ഞു. പണ്ടത്തെ കാലം ഫേഷ്യൽ ചെയ്യാൻ സമയം കിട്ടണമെന്നേ, അതാണ് ഇപ്പോൾ ഏറ്റവും പ്രോബ്ലം. വീഡിയോ പിടുത്തവും ഇങ്ങനെ കടുത്ത ഇതുകൂടെ ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. ഫേഷ്യൽ ചെയ്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ആഴ്ച 2 പ്രാവശ്യം ഫേഷ്യൽ ചെയ്യണം ജീവിയായിരുന്നു. ഒന്നിനും സമയം കിട്ടണല്ലോ. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ചില ദിവസം ബ്യൂട്ടി പാർലർ ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ, എനിക്ക് തിരക്കുള്ളപ്പോൾ അവിടെ ഫ്രീ ആയിരിക്കും. അന്നേരം പറ്റണ്ടേ. 1390. നല്ല ഗ്രീനാട്ടോ, ഐശ്വര്യത്തിൻ്റെ. നല്ല കോട്ടയാട്ടോ. 1390. അതിൻ്റെ എല്ലാം ഡിസൈൻ വ്യത്യാസം. ഇനിയുണ്ടോ കൈസ്? തീർന്നോട്ടോ, പെട്ടെന്ന് എടുത്തോ. വെബ്സൈറ്റിൽ ചാടി എടുക്കുക. അല്ലെങ്കിൽ 4 പിള്ളേർ നിങ്ങളുടെ വിളിയും കാത്തിരിക്കേണ്ട. ആരെങ്കിലും നിങ്ങൾ പറയണത് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എന്നെ വിളിക്കുക. 9447575564.
റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞാൽ കേൾക്കാറില്ല. ഇല്ല, ഇനി എങ്ങാനും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെയിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനിവിടെ വരുമ്പോൾ എല്ലാ സാധനവും തീരും. ഞാൻ പിന്നെ മറന്നും പോവുക. അയ്യോ, ഈ സാരി എടുത്തേക്കണ ഹാപ്പി കസ്റ്റമറിൽ ഇട്ടേക്കണ, അയ്യോ അത് കാണിക്കായിരുന്നല്ലോ. ഏതിലായിരുന്നു അത്? ഈ വീഡിയോയുടെ അറ്റത്ത് ഇടാൻ പറ്റുമോ? ഈ വീഡിയോയുടെ അവസാനം ഇട്ടേക്കാം കേട്ടോ. എന്ത് രസമാണ് കൊച്ച് ഇട്ടേക്കണേ. കാണിക്കാവോ ഇപ്പം തന്നെ? ഇതിനെത്രയായിരുന്നു? 1199 ഉള്ളൂ. അടിപൊളി സംഭവമാണ്, അടിപൊളി. മഞ്ഞ ഈ ബ്ലൗസ് പീസ് കാണിച്ചില്ല. എന്ത് രസം. ഒറിജിനൽ കാഞ്ചീപുരം 20,000 രൂപയുടെ സാരി ഇതുകൂടെ കണ്ട ഒരു മനുഷ്യനും തിരിച്ചറിയില്ല കേട്ടോ. കാലം അതുപോലെയായത്. ഇപ്പോൾ ഈ സ്വർണ്ണം അങ്ങനെയല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് സ്വർണവും തിരിച്ചറിയില്ല. പക്ഷേ നമ്മൾ സ്വർണം മേടിക്കും എന്തുകൊണ്ടാണ്? അതൊരു അസറ്റായത് കാരണം. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലോ രണ്ടിട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിടും. സ്വർണ്ണമാണെങ്കിലോ 5000 രൂപയുടെ ഡ്യൂപ്ലിക്കേറ്റ് രണ്ടിട്ടിട്ട് നമ്മൾ പള്ളയെ കളയാൽ 5000 രൂപയുടെ ഒരു സ്വർണ്ണമാക്കി കാണാണ്ട് പോയാൽ നമുക്ക് പിന്നെ ഉറക്കയില്ല. അതാണ് സ്വർണത്തിൻ്റെ വില. ഇനി അടുത്ത് കാണിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ഇട്ട് തരുമെങ്കിൽ വലിയ ഉപകാരം. എന്ത് രസമായിട്ടാണ് കൊച്ചിട്ടിട്ട് ഹാപ്പി കസ്റ്റമറിൽ ഇട്ടുന്നതിനെ കണ്ട കാഞ്ചീപുരം അല്ലെന്ന് പറയുമോ? ബ്ലൗസ് പീസ് ഇതാട്ടോ, ടിഷ്യൂവിൻ്റെ ബ്ലൗസ്. അതെ ഇങ്ങനെ ഒതുങ്ങും കേട്ടോ. അതെ ഇതുപോലെ ഒതുങ്ങും, സോഫ്റ്റായിട്ട് ഒതുങ്ങും. 1199 ഇത്രയും വിലയേ ഉള്ളൂ കേട്ടോ. 1199 ഉള്ളൂ. അടിപൊളി കളേഴ്സാണ്. മഞ്ഞയിൽ ഇതേ കളറ് കണ്ടല്ലോ. ഈ ബ്ലാക്കിൻ്റെ പല പല കളറുകളുണ്ട്. ഇത് ബ്ലാക്ക് അല്ലേ? ബ്ലാക്കിൽ ഇത് ബ്ലാക്കിൽ വാടാമുള്ളി അല്ലേ, ലൈലാക്കിൻ്റെ ഡാർക്ക്. ബ്ലൗസ് പീസ് എവിടെയോ ഉണ്ട്. ഇത് തന്നെ ഈ മുന്താണിയുടെ ഇത് ടിഷ്യൂ തന്നെ. ഇതാ ബ്ലൗസ് പീസ് ഉള്ള ബ്ലാക്കും നന്നായിട്ട് ഒതുങ്ങി. ഇതിങ്ങനെ അങ്ങ് കാണിച്ചാൽ മതി. സൂപ്പറായിട്ട് ഒതുങ്ങും. വില ഇത്രയേ ഉള്ളൂ. പിന്നെ സ്കേർട്ടും ബ്ലൗസും ഹാഫ് സാരിയും ഒക്കെ ആക്കാം. ഇതും കൊണ്ടൊരു കൊച്ചു കല്യാണത്തിന് എൻഗേജ്മെൻറ്റ് ഇതൊക്കെ ആക്കി പിള്ളേർ വരെയുണ്ട്. ഹാഫ് സാരി എന്ത് ഭംഗിയായിരിക്കും. മധുരം വെപ്പിന് നല്ലതാണ്, ഹാഫ് സാരിക്ക് നല്ലതാണ്, സാരിയായിട്ടും ഒക്കെ അടിപൊളി സംഭവമാട്ടോ. ആകെ വില 1199 ഉള്ളൂ എന്ന് ഓർക്കണം. ഈ കോമ്പറ്റീഷൻ ഒത്തിരി വരുമ്പോൾ, ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടണം. ഇത് ഭയങ്കര ഫാഷനാകുമ്പോൾ ഒത്തിരി അവരുണ്ടാക്കും. അപ്പോൾ കോമ്പറ്റീഷൻ വരും, അപ്പോൾ വില കുറയും. അങ്ങനെ കിട്ടുന്നതാണ്. റേറ്റ് 1199 ഉള്ളൂ. ഇനി നമ്മളെപ്പോഴും കാണിക്കണതാണ്, പക്ഷെ റീസ്റ്റോക്കാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഇത് ഞാൻ ഓർക്കും കേട്ടോ, ഓൺലൈൻ തുടങ്ങിയ കാലത്ത് ആദ്യത്തെ വീഡിയോയിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം ഓർഡർ വന്ന ഇതിനായിരുന്നു. നമ്മുടെ കാന്താ സാരി, കാന്താ വർക്ക്, സെമി ടെസർ. പണ്ട് ബേബി സിൽക്ക് എന്ന ഉള്ള മെറ്റീരിയലായിരുന്നു തന്നെ. ഇപ്പോഴും അതേ മുറിച്ചായൊക്കെയാണ്. ശരിക്കും ടെസറിൻ്റെ ഇതുപോലെ മെറ്റീരിയൽ, നെല്ലടിക്കില്ല. പിന്നെ ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് ബോർഡറാണ്. അതിൻ്റെ എവിടെയോ ബ്ലൗസ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നല്ലോ. ഏതിൽ പോയി അവിടെ? ദേ ഇങ്ങനെ അരികത്ത് നമ്മുടെ ശരിക്കും ടെസറിൽ തന്നെ എങ്ങനെയാണോ അങ്ങനെ തന്നെ അരികത്ത് ബോർഡർ വരും. ദേ സാരിയുടെ മുന്താണി തിക്കായിട്ട് വറക്കും. ഇത് കംപ്ലീറ്റ് കൈത്തുന്നലാട്ടോ. 2-3 ദിവസം ഇരുന്നാണ്ട് അവർ തയ്ക്കണേ. എന്നിട്ട് നമ്മൾ വിൽക്കുമ്പോൾ എത്രയാണ് വില? 1199 ഉള്ളൂ നമ്മൾ വിൽക്കുമ്പോൾ. അപ്പോൾ അവർക്കൊക്കെ എന്നാ കിട്ടണേ അല്ലേ? ഈ മെറ്റീരിയൽ അങ്ങ് കൊണ്ട് കൊടുക്കുമായിരിക്കും. എന്നിട്ട് ഇത് പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർച്ച് ചെയ്താൽ നമുക്ക് കിട്ടണേ നോക്കണം. അതാണ് ഇത്രയും. ഇത് ഇച്ചിരൂടെ ഇങ്ങനെ സോഫ്റ്റ് ആകണ മെറ്റീരിയലാണ്. അപ്പോൾ സോഫ്റ്റ് ആണ് അധികം ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ സ്റ്റിഫ് ആൻഡ് ഷൈൻ പിഴിഞ്ഞാൽ മതി. നല്ല കളേഴ്സാണ്. യെല്ലോയുടെയൊക്കെ വേറെ പ്രിൻ്റാട്ടോ. യെല്ലോ എല്ലാവർക്കും ഇതിൻ്റെ വലിയ ഇഷ്ടമാണ്.
ഇത് മുന്താണിയുടെ പ്രിൻ്റാണ്. ഇപ്പറയാണ് ഇങ്ങനെ ഓൾറെഡി അല്ലാത്ത പ്രിൻ്റ്. ഇങ്ങനെ വെച്ച് കാണിക്കാം. സൂപ്പർ സംഭവമാണ്. റേറ്റ് ആകെ 1199 ഉള്ളൂ. ഉടുത്ത് കണ്ടിട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. പ്രസൻറ്റ് കൊടുക്കാനും നല്ല ഗ്യാരണ്ടി സാരി, ഒരു കംപ്ലൈൻറ്റും ഇല്ല. നമ്മൾ ആ ഓൺലൈൻ ചെയ്ത് തുടങ്ങിയ പിന്നെ എപ്പോഴും നമ്മുടെ കടയിലും ഉണ്ട്. എപ്പോഴും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് വീഡിയോ ഇടുന്ന സംഭവം. ഗ്യാരണ്ടി സാരി എന്ന് ഞങ്ങളിതിനെ പറയണ ഒരു കംപ്ലൈൻറ്റും വരില്ല. ബാക്കിയെല്ലാം കഴുകാവോന്ന് വെച്ചാൽ ഞാൻ പറയും നോ ഡ്രൈ വാഷ് ഒളി എന്ന് പറയും. ഇതാകുമ്പം ഒരു കുഴപ്പമില്ല. പിങ്കിൻ്റെ വേറെ ഷെയ്ഡ്. റോയൽ ബ്ലൂ ഒക്കെ നോക്കിക്കേ. ഇതിനൊക്കെ വൈറ്റ് ബ്ലൗസ് ഇട്ടാലും ഭയങ്കര മോഡേൺ ലുക്ക് തോന്നിക്കും. ഇപ്പം എല്ലാവരും വൈറ്റ് ബ്ലൗസ് ഭയങ്കര ട്രെൻഡല്ലേ. വൈറ്റ് ബ്ലൗസ് നല്ലതാണ്. ഇതിൻ്റെ ബ്ലൗസ് ഉണ്ട് പ്ലെയിൻ അരികത്ത് ബോർഡർ. പക്ഷെ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ ഇടുമ്പോൾ ഭയങ്കര രസമായിട്ട് അതിമനോഹരമായിട്ടിരുന്നോളൂ. 1199 ഉള്ളൂ. അതിൻ്റെ വേറെ ഇച്ചിരി പ്രിൻ്റ് വ്യത്യാസം. ഉള്ളൊക്കെ ഇങ്ങനെ ഡിസൈൻ. കുറേ കഴിയുമ്പോൾ ടോപ്പൊക്കെ അടിച്ച് ഷോളും ഒക്കെ ആക്കാം. ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിലില്ല. ഈ വിലയ്ക്ക് വലിയ നഷ്ടവും വരില്ല. യെല്ലോയുടെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഒരെല്ലോ കാണിച്ചിട്ട് തന്നെ ആശ കാണിക്കുക. അപ്പടി യെല്ലോയാണ്. യെല്ലോയുടെ ഒത്തിരി പ്രിന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തോരം എല്ലാം ഉണ്ടോന്നാലും ആൾക്കാരപ്പടി എല്ലാം വാരിയെടുക്കും. പിന്നെ ഞാൻ ഇവിടെ തികയണില്ല, അത് കാരണം. പക്ഷെ നല്ല രസമായിട്ടോ എല്ലോ. ഇതിൽ ഭയങ്കര ഒരു ഭംഗിയാണ്. പ്രിന്റ് വ്യത്യാസം. രണ്ടുമൂന്നല്ല വയ്ക്കാൻ പറയുമ്പോൾ പല പ്രിൻ്റാണ് വന്നെ. അത് കാരണം ഇതിൻ്റെ പച്ചയൊക്കെ കൂടിയെടുക്കും. ഒത്തിരി വന്നിട്ടുണ്ട്. സമ്മാനം കൊടുക്കാനും നല്ലതാണ്, നമുക്ക് കൊടുക്കാനും നല്ലതാണ്. എന്നാ കാണിച്ചാലും പോവില്ല. പിന്നീട് പലതും ഒക്കെ ചെയ്യാം. ഒരു മുതൽക്കൂട്ടാണ്. ആശം അടിപൊളി സംഭവങ്ങളാണ്. ഉള്ളപ്പടി ഇങ്ങനെ 1199 ഉള്ളൂ. ബേജ് കളറിൽ എന്താണ് ഇങ്ങനെ എല്ലാത്തിൻ്റെയും പ്ലെയിൻ ബ്ലൗസ് പീസ് അരികത്ത് ഇങ്ങനെ ബോർഡറേ. നമ്മുടെ ഷെയർ ചെയ്യണാരും മറക്കരുത് കേട്ടോ. ഫെബ്രുവരി ആദ്യത്തെ വീക്കിൽ 1000 രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട്. ആദ്യമായിട്ട് യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം. അല്ലാത്തവർ ഫേസ്ബുക്കിൽ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞെക്കിയാൽ മതി. നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന് കിട്ടും. അത് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇതെടുക്കണം. അല്ലാത്തവർ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ ഇടണം. ഈ ഇടുന്നതെല്ലാം ഞാൻ നമ്മുടെ ഓർഡർ ത്രൂ വാട്സപ്പ് നമ്പറിട്ട് കൊടുത്താൽ മതി. അവരെല്ലാവരുടെയും പേരെഴുതി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞറക്കിട്ട് ആർക്കാന്ന് വെച്ചാൽ കിട്ടും. തീ മഞ്ഞ അല്ലേ, തീ മഞ്ഞ എന്ന് പറയില്ലേ, നല്ല ബ്രൈറ്റ് ഇതാണ്. ഇത് നമ്മൾ ഉടുത്ത ഒരു ആഷ് കളർ ബ്ലൗസൊക്കെ ഡിസൈനർ ബ്ലൗസ് ഇട്ടാൽ നൈറ്റ് ഫങ്ഷനൊക്കെ പോകണം. സൂപ്പറായിരിക്കും. ജോലി കളേഴ്സാണ്. ഒത്തിരി കളർ വന്നിട്ടുണ്ട്. ബ്ലാക്ക്, ബ്ലാക്ക് എന്താണ് ഇങ്ങനെ ഇത് രസമുള്ള കളേഴ്സാണ് അല്ലേ. എനിക്കിങ്ങനെ കളറാണ് എൻ്റെ. നല്ല കുറച്ച് സാരി എടുത്ത് ഇങ്ങനെ കളേഴ്സ് എടുക്കണം. എന്നിട്ട് എന്തെങ്കിലും ഹാൻഡ് വർക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കണം. ഈ സാരി ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടതാണ്. എന്നിട്ട് എല്ലാവരും ചോദിച്ചതാണ്. ഇതിൻ്റെ ഉള്ളപ്പടി ഇങ്ങനെ ഇതാണ് മുന്താണി. ഇത് തന്നെയാണ് ബ്ലൗസ്. ബാത്തിക്കിൻ്റെ പ്രിൻ്റ് ബ്ലൗസാണ്. പ്ലെയിൻ വന്നിട്ട് അരികത്ത് ഈ ബോർഡറും നല്ല രസമാണ് കേട്ടോ.
റേറ്റ് എത്ര? 1299. നല്ല ഒരു ഡീസൻറ്റ് ലുക്കുമാണ്, ഭയങ്കര ലുക്ക്. 1299 വിലയുള്ളൂ. എല്ലാവരും പറയും ഇപ്പോൾ സാരി ഒന്നും ആരും എടുക്കണില്ല, ചുരിദാർ കുർത്തയൊക്കെ. നമുക്ക് സാരിക്കും ചുരിദാറിനുമായിട്ട് ഏറ്റവും ഡിമാൻഡ്. അത് കാരണമാണ് അത് രണ്ടും ഏറ്റവും അധികം വീഡിയോ ഇറങ്ങുന്നത്. കുർത്ത ഈ 3 ഏറ്റവും അധികം. അല്ല റണ്ണിങ് പക്ഷേ ആഴ്ചയിൽ ഒരിക്കലേ ഇടുള്ളൂ. അത്രയും ഐറ്റം ഒപ്പിച്ച് വരുമ്പോഴത്തേനല്ല. ഇതിൻ്റെ ആയാലും 8 ഐറ്റം ഒപ്പിക്കാൻ എൻ്റെ അപ്പ എപ്പോഴും വചനം ചൊല്ലി, യേശുപ്പൻ എൻ്റെ കർത്താവ് സങ്കേതവും കോട്ടയുമായത് കാരണം ഒരു കാലത്ത് എനിക്കൊരു ദോഷം വരില്ല, ഒന്നിനും മുട്ടുണ്ടാകില്ല. ഈ വീഡിയോ ചെയ്യാനുള്ള തുണിക്ക് മുട്ടുണ്ടാവില്ല. ഒരു ബാധ യേശുവിൻ്റെ നാമത്തിൽ എന്നോട് അടുക്കില്ല. ആമേ. എൻ്റെ ദേശത്തെ സാഹസവും എൻ്റെ അതിരിനകത്ത് ശൂന്യവും നാശവും ഞാൻ കാണുകയില്ല, കേൾക്കുകയില്ല. എൻ്റെ മതിലേക്ക് രക്ഷയെന്ന്, എൻ്റെ വാതിലേക്ക് സ്തുതിയെന്ന് പേർ പറയും. ആമേ. ഇത് പറയുമ്പോഴത്തേനും കടനർച്ച് ജനം കയറും. ഞാൻ കടയിട്ട് നോക്കി ആരും ഇല്ലെങ്കിൽ ഈ വചനം കിട്ടില്ല. ചില നേരം കഴിയുമ്പോഴത്തേനും തേനീച്ച കുഞ്ഞിനെ പോലെ കടനർച്ച ആൾ വരും. അതാണ് വചനത്തിൻ്റെ ശക്തി. വചനം കൊണ്ട് ജീവിക്കാം. വചനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. പണ്ട് എല്ലാവരും പറയാറുണ്ട് ഞാൻ യേശുവിനെ വിറ്റാണ് ജീവിക്കണത്. യേശുവിനെ വിറ്റല്ല, യേശുവിനെ കൊണ്ടാണ് ജീവിക്കണേ. നമ്മളോട് അങ്ങനെ പറയണേ, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവള്. യേശു മുഖാന്തരം നമ്മൾ ഭൂമിയിൽ ജീവിക്കാനാണ് പറഞ്ഞത്. യേശുവിൻ്റെ വചനം പാലിക്കണം കേട്ടോ, അത് നിർബന്ധം. അതെ മജന്ത. ഇത് ബ്ലൗസ് പീസ്. സൂപ്പറാണ്, സൂപ്പർ. ഇതാണ് ബ്ലൗസ് പീസ്. പ്ലെയിൻ ഈ കളർ വന്നിട്ട് അരികത്തെ ഭാഗത്തേക്ക് സാരിയുടെ പ്രിൻ്റ്. ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. കോഫി ബ്രൗൺ നല്ല രസമില്ലേ? ബ്ലൗസുകളിങ്ങനെ അടിപൊളി. ഇതാണ് ബ്ലൗസ്. പെട്ടെന്ന് എടുത്തോ. ഇനിയുണ്ട് ഇതിൻ്റെ കളറ്. എൻ്റെ യേശപ്പാ, ഇത്തിരി കളറുണ്ട്. അത് കാരണം തികയൂലോ. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനും വേണമല്ലോ. എല്ലാവരും നിരാശപ്പെട്ട് വരും. ഞാൻ വീഡിയോയിൽ കണ്ടതൊന്നുമില്ലല്ലോ. വീഡിയോയിലിടണം മാത്രം നമ്മുടെ കടയിലുള്ളൂ. വീഡിയോയിലിടാണ്ട് കടയിട്ട് ഇറക്കാറില്ല. പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പോകാൻ ചിലപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ. ഇല്ലേ, അടുത്ത വീഡിയോയ്ക്കുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ ഇന്ന സ്ഥലത്താന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പം അടുത്ത വീഡിയോയ്ക്കുള്ളതായാലും കാണിച്ചു തരും. 1299 ഉള്ളൂ. അടിപൊളി സാരികളാട്ടോ. കാരണം നമുക്കിപ്പോൾ ഈ ഓൺലൈൻ ചെയ്യുന്നവർ ഇറക്കണേ അത്രയും ഡ്രസ്സ് അല്ലാത്തവർക്ക് ഇറക്കിയാൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം കാലഘട്ടം മോശമാണ് ബിസിനസ്സുകാർക്കെന്നാണ് പറയണത്. പക്ഷേ നമുക്കതൊന്നുമില്ല കേട്ടോ. ക്ഷാമകാലത്ത് വിതച്ച ക്ഷേമത്തോടെ 100 മേനി കൊയ്യുന്ന തരുന്ന ദൈവത്തിനെ ഞാൻ ആശ്രയിക്കണേ. അത് കാരണം ഞാൻ ക്ഷാമകാലത്തും വിതയ്ക്കുക. ഒരു കളേഴ്സാ ഇനിയുണ്ടോ? ഇനിയുണ്ട് കളറ്. ഇതാണ് അവരുടെയൊക്കെ ബുദ്ധിയും ബോധം. എന്തോ ഒരു കളേഴ്സ് ഒരു കെട്ടെടുക്കാൻ പറയുമ്പോൾ ഒരു കെട്ടിലുള്ള കളേഴ്സും ഒക്കെ കോഫി ബ്രൗണും മെറൂണും. പക്ഷെ ഭയങ്കര നല്ല കോമ്പിനേഷനുകളാട്ടോ. അതെല്ലാം ഡിസൈൻ വ്യത്യാസമുള്ളൂ അല്ലേ? ഇതെല്ലാം ഡിസൈൻ വ്യത്യാസമുള്ളൂ, ഒരേ സെയിം ഡിസൈൻ അല്ലെന്ന് മാത്രം. നല്ല സാരികളല്ലേ? ഇപ്പം വണ്ണമൊന്നും നോക്കണില്ല. എല്ലാവരും കോളർ അങ്ങനെ ഇങ്ങനെ ഒക്കെ ബ്ലൗസ് കഴിക്കുക. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കോളറൊക്കെ. അല്ലാണ്ട് തന്നെ കുർത്തയാണ് ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ദിവസം ഇട്ട് ഇത്രയും കൈയുള്ളതൊക്കെ വെച്ച് കോളറൊക്കെ ഇട്ട് നിന്നിട്ടേ ഒരു ചെറുപ്പം വെച്ച് ചുരിദാർ മേടിക്കാൻ വന്നിട്ട് അതിൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ പറന്ന് കിട്ടിയിരിക്കുമെന്ന്. അതിന് സത്യം ശരിക്കും എന്ന് ചോദിച്ചു. നിൻ്റെ ചേച്ചി പറന്ന് കിട്ടിയിരിക്കുന്നുണ്ട്. പുള്ളിക്കാരി അപ്പം എന്നെ വിളിച്ചേക്കാം ചേച്ചിയുടെ ഡ്രസ്സ് എന്നാന്ന് ചോദിച്ചു. അയ്യോ ചുരിദാർ അന്ന് കുർത്തയില്ല, അങ്ങനെ തയ്പ്പിച്ചിട്ട് ഇങ്ങനെ ഷോൾഡ് വെക്കും ചുരിദാർ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞല്ലോ ചേച്ചി പറന്ന് കിട്ടാൻ നിൽക്കണേന്ന്. ഓഹോ പിന്നെ അന്ന് ഊരി വെച്ചതാട്ടാ ചുരിദാർ ആർക്കാട്ട് കൊടുത്തു. ഞാൻ ജീവിതത്തിൽ പിന്നെ ഇട്ടിട്ടില്ല. എൻ്റെ പൊന്നെ അങ്ങനെ എൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു.
നമ്മൾ ഒരാൾ പറയണത് വല്ലതും കേൾക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് 3/4 ഇട്ട് അങ്ങനെയൊക്കെ നടക്കാൻ പോലെ നല്ലതാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞാലും എനിക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതാ വേറെ കാര്യം. തീർന്നോട്ടെ. ഇതിൻ്റെ തീർന്നോന്ന് അറിഞ്ഞിട്ട് പോലെ നീ കിടക്കണോ? ഒത്തിരി സാരിയുണ്ട്. ഇതിൻ്റെ വേറെ ഒരു ഡിസൈൻ നമ്മൾ ക്രോഷിയോടെ വേറെ ഡിസൈൻ നമ്മൾ ഇട്ടതാണ്. വേറെ ഡിസൈൻ നമ്മൾ ഇട്ടതായിരുന്നു. 1299 ആണ്. പ്രിൻ്റഡ് കോട്ടൺ ക്രോഷ്യോ. കോട്ടയല്ല, കോട്ടണിൽ. ഈ ക്രോഷ്യോ ദൂരം ഉണ്ടെന്ന് നോക്കട്ടെ. അതിൻ്റെ മുന്താണിയിൽ ദൂരം. ഇത് ഹാൻഡ് മെയ്ഡ് ആട്ടോ. അത് കാരണം ഒരിക്കലും ഫാഷൻ പോകില്ല. നമ്മുടെ കൈ കൊണ്ട് എവിടെ എന്ത് തൊട്ടോ ദൈവത്തിൻ്റെ കൃപയാൽ. അതാണ് മനുഷ്യൻ്റെ കൈക്കൊക്കെ ദൈവം അത്ര അനുഗ്രഹം വെച്ചേക്കുക. എപ്പോഴും അറിയാമല്ലോ, കൈ കൊണ്ട് മെടയണം. ഹാൻഡ് വർക്കിനും ഭയങ്കര റേറ്റ്. മിഷൻ എംബ്രോയിഡറി റേറ്റ് കുറയും. മിഷനല്ല വില കൊടുത്തേക്കണം. ദൈവം മനുഷ്യൻ്റെ കൈക്ക് തൊട്ട വിലയാണ്. മനുഷ്യൻ്റെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട്. ആ കൈക്ക് ഒരു അനുഗ്രഹം വെച്ചേക്കുക. അത് കാരണം ഫാഷൻ പോകില്ല. നല്ല പീച്ച് ഷെയ്ഡ് അയ്യോ ബ്ലൗസ്. ഡോട്ടിൻ്റെ നല്ല കോട്ടൺ ബ്ലൗസ് സൂപ്പറാട്ടോ. 1299. നല്ലൊരു നല്ല പീച്ചാണോ ഇത്? പീച്ചല്ലേ? മഞ്ഞയാണോ? തീമഞ്ഞല്ല പീച്ച്. നല്ലൊരു കളർ. ഇത് എല്ലാ കളേഴ്സും നല്ലതാണ്. ചാർട്ട് ഇത് അടുത്ത് വന്നു. അതിൽ സൂപ്പർ ഹീറ്റ് എല്ലാം. അത് ഇതിന് ആഷ് കൂടിയ ഗ്രീൻ എന്നോ ഇതെന്നാ പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയാം. എല്ലാവരും പറയും ഒരു പേസ്റ്റൽ ഗ്രീൻ എന്നുള്ള കാരണം ഞാൻ രക്ഷപ്പെട്ട് വേണം. എല്ലാത്തിനെയും പേസ്റ്റൽ കളർ എന്ന് പറഞ്ഞ് കൂട്ടിയങ്ങ് പറഞ്ഞാൽ കളർ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. എൻ്റെ കസിൻ പറയണേ അവരൊക്കെ എല്ലാവരും എന്നെ കളിയാക്കും. ചുമ്മാ രസത്തിനാട്ടോ കളിയാക്കണം. നമ്മൾ എന്ത് മറ്റുള്ളവർ പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഇങ്ങനെ എൻ്റെ എല്ലാവർക്കും സ്നേഹമാണെന്നറിയാം. എന്നെ ആരും ഇങ്ങനെ മോശമായിട്ട് കളിയാക്കിയല്ല. ചുമ്മാ ഒരു രസത്തിന് ഇങ്ങനെയൊക്കെ പറയും. ഞാൻ എന്താ മറുപടി പറയാൻ പോണേന്ന് പറയാൻ ഞാൻ പറയുന്നതിന് മുമ്പ് നാളെ എൻ്റെ കസിൻ അപ്പുറം ഇരുന്ന് പറയും കേട്ടോ. ഞാൻ പോയി പരിചയപ്പെട്ടപ്പോൾ ബ്യൂട്ടി പാർലർ ഒരാളുടെ ഇരിക്കും. അതിൻ്റെ വീട് വയനാട്. അപ്പോൾ എൻ്റെ കസിൻ പറയാം ഇപ്പം ഞാൻ പറയാൻ പോവുക. ഇപ്പോൾ കുഞ്ഞോളേച്ചി പറയും വയനാട്ടിൽ കഴിഞ്ഞ മാസം ഞങ്ങൾ കല്യാണത്തിന് വന്നാർന്നോ. ഞാൻ ഇതുപോലെ അവരോട് പറയാം അയ്യോ. അത് കഴിഞ്ഞിട്ട് പറയും താമരശ്ശേരി ചുരത്തിൽ കുടുങ്ങിപ്പോയെന്ന് പറയും. അത് ഞാനത് കഴിഞ്ഞ് പറയുക. അപ്പോൾ ഇപ്പുറം ഇരുന്ന് എല്ലാവരും ചെയ്യും. ഞാനിപ്പുറം കുടി ചെന്നപ്പോൾ എല്ലാം തലയിൽമൂത്തി കിടന്നിരിക്കുക. അപ്പം ഞാനീ പറയാൻ പോണേ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചോപ്പാ അവരൊക്കെ ചിരിച്ച് എനിക്ക് ഇങ്ങനെ നമ്മളോട് സ്നേഹം കൊണ്ട് ഇങ്ങനെ നമ്മളെ പറഞ്ഞ കേട്ടോ. എല്ലാവർക്കും യേശുവിൻ്റെ കൃപ എന്നോട് സ്നേഹം കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് സംശയമാണ്. അല്ല നമ്മളങ്ങനെ സ്നേഹിക്കണം. എന്നെ സ്നേഹിക്കണ പോലെ എൻ്റെ കൂട്ടുകാരനെയും സകലരെയും സ്നേഹിക്കണം. പരിശുദ്ധാത്മാവെന്ന് അറിയാണ്ട് സ്നേഹിക്കും. പക്ഷെ എന്നെ എല്ലാവരും സ്നേഹിക്കണ്ട. എന്നോട് എല്ലാവർക്കും സ്നേഹമെന്നറിയാം. അതാണ് നമ്മൾ പിടിച്ചിരിക്കണത്. നമ്മുടെ കട പിടിച്ചിരിക്കണതൊക്കെ അതെ. ആർക്കും വഴക്കുമില്ല, ഒന്നുമില്ല. വഴക്ക് കൂടുന്നവരും പിന്നെ ചിരിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ ഓർക്കും ദൈവമേ അവരോടല്ലേ ഞാൻ വഴക്കടിച്ചത്. 1299 അല്ലേ? 30 മിനിറ്റ് ആയോ? അയ്യോ നീ ഇതുകൂടെ തന്നെ കാണില്ലേ? ഇന്ന് വർത്താനം അധികം പറഞ്ഞു അല്ലേ? അവരൊന്നും മിണ്ടാണ്ടിരുന്ന കാരണം. അതെ നല്ലൊരു സാരി കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് കാണിക്കണം. അതെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രൈസ് സിൽവർ ഇത് പോയിട്ടുണ്ട്. ഡിസൈനർ ബ്ലൗസ് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ട് അവരും. 699 രൂപയുള്ളൂ. നല്ലൊരു ഹാഫ് സാരിക്ക് വേണമെങ്കിൽ ചെയ്യാം. സാരി ആക്കാം. ഇത് വേണമല്ലോ കേട്ടോ. 699. നല്ല കളർ ചാർട്ടുകളും ആട്ടോ. 2 കളർ ചാർട്ടും ഉള്ളോ? ആഹാ ഇതിന് 2 കളർ ചാർട്ടും ഉള്ളു. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ അല്ല ടീൽ ഗ്രീൻ. അപ്പോൾ 30 നിങ്ങൾ നുണ പറഞ്ഞായിരുന്നോ? ഞാൻ വല്ല പറയൂ കേട്ടോ. ഒരു ചുമ്മാ നുണ പറഞ്ഞ് പറ്റിക്കും. ഒരു സാരിയുടെ കാണിക്കാം. എല്ലാവരും ഇട്ടിട്ട് പോയി കാണുമോ? വേഗം നിങ്ങൾ എന്നെ പറ്റിക്കുക. വർത്താനം പറഞ്ഞാൽ തുടങ്ങി അപ്പം തുടങ്ങും. ഈ സമയമായിരുന്നു പോയി. ഇത് ഇങ്ങനെ വരുമ്പോൾ പ്രശ്നമല്ലേ? ഇതുപോലത്തെ വേറെ ഒരെണ്ണം കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് ഭയങ്കര ഡിമാൻഡായിരുന്നേ.
ഇതിങ്ങനെ മുന്താണി ഇങ്ങനെ ബ്ലൗസ് പീസ് ദേ ഈ വില കൂടിയ സാരിയിലൊക്കെ വന്ന ബ്ലൗസ്. ഇതിൻ്റെ വില കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. 650 രൂപയുള്ളൂ. എല്ലാം മഞ്ഞയിൽ തന്നെയല്ലേ, എല്ലാം മഞ്ഞയിൽ പല കളറാട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇങ്ങനെ പല കളറുകൾ ഒരു ഫങ്ഷനെ കൊടുക്കാൻ നല്ലതായിരിക്കും. മഞ്ഞയിൽ തന്നെ വിവിധ മോഡലുകൾ. അതും സോഫ്റ്റ് സിൽക്ക് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ, ഭയങ്കര സോഫ്റ്റ്. ബ്ലൗസ് പീസ് ഇത് ഇങ്ങനെയാട്ടോ, ഇങ്ങനെ നല്ല കോമ്പിനേഷനുകളാണ്, മഞ്ഞയും ബ്ലൂ. എൻ്റെ ദൈവമേ, ആരൊക്കെ ഇട്ടിട്ട് ആരും ഇട്ടിട്ട് പോയി കാണില്ല. എല്ലാവരും ഇതെല്ലാം എടുത്തോട്ടോ, തരുതരൂന്ന് പെട്ടെന്ന് എല്ലാവരും എടുക്കുക. അപ്പോഴല്ലാണ്ട് ഞാൻ അടുത്ത വീഡിയോയ്ക്കുള്ള സാധനം കൊണ്ടുവരില്ല കേട്ടോ, കാശ് മറിയണ്ടേ. ഇത് മുന്തിരി കളർ എല്ലാം തരും. കാശ് ഇത് ഡ്രസ്സ് എടുക്കുകയും ചെയ്തോ, പിന്നെ കാശ് സൂക്ഷിച്ച് വെച്ചോട്ടോ, നമുക്ക് ഏപ്രിൽ ആവശ്യം വരുവേ. സസ്പെൻസ് അടുത്ത ദിവസം പറയാം. കാശെല്ലാം സൂക്ഷിച്ച് വെച്ചോ. യെല്ലോ ഇത് സൂപ്പർ സംഭവം. യെല്ലോ ബ്ലൂ ഇതാണ് ബ്ലൗസ് പീസ്. അടിപൊളി ബ്ലൗസ് പീസുകളാണ്, യെല്ലോയും ബ്ലൂ എല്ലാം നല്ല. യെല്ലോയിൽ തന്നെ, യെല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള യെല്ലോ കേട്ടോ. ഇങ്ങനെ ഒരു ഗ്രീനോട് കൂടിയിട്ടുണ്ടോ. എനിക്കെൻ്റെ ഒരു ചുരിദാർ ഓർഗൻസയുണ്ട്, ഞാൻ ഈ കളറ് ഒരു ബനാറസ് സാരി എടുത്ത് വെച്ചിട്ടുണ്ട്, ബേജ് കളർ ഡൈ ചെയ്യിക്കാനിരിക്കുക. ഈ കളർ ഡൈ ചെയ്യിച്ചാൽ നല്ലതായിരിക്കുമല്ലോ. എനിക്ക് എന്തെങ്കിലും മഞ്ഞ ചേരും, എൻ്റെ എൻഗേജ്മെൻറ്റിന് മഞ്ഞയാറും. ഇതാട്ടോ ബ്ലൗസ് പീസ്, നല്ല രസമാണ്, മഞ്ഞയും മുറുകുമാണ്. ഇതിൻ്റെ എല്ലാവരും എടുത്തോട്ടോ. നമ്മളിങ്ങനെ നേരത്തെ എടുത്ത് വയ്ക്കുവാണെങ്കിലത്തെ ഗുണം എന്നാന്ന് വെച്ചാൽ ഒരു ഫങ്ഷനൊക്കെ ആകുമ്പോൾ ഓടിപ്പിടിച്ച് പോയാൽ ഒന്നും കിട്ടില്ല. ആ ഓർമ്മയിൽ ഞാനിപ്പോൾ കടകളിൽ ഇപ്പോഴേ കയറി തുടങ്ങി. എനിക്ക് കുറേ കസിൻ്റെ കല്യാണം വന്നിട്ടുണ്ട്, കസിൻ്റെ മോൻ്റെ. അപ്പോൾ വലിയ കല്യാണമാണ്, നല്ല അടിപൊളിയൊക്കെ എടുക്കണം പയ്യെ. അപ്പോൾ ഇട്ടിട്ട് പോലെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയൊന്നും ഞെക്കിയാലേ. അപ്പം ഞങ്ങളുടെ സമ്മാനം കിട്ടും. അതുകൂടാണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.